വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായി. ബീഹാറിലെ സസാറാമിലായിരുന്നു യാത്രയുടെ ഉദ്ഘാടനം. ബീഹാറിലെ 13 പ്രധാന നഗരങ്ങളിലൂടെ 1300 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന വോട്ടർ അധികാർ യാത്ര സെപ്റ്റംബർ 1 പാറ്റ്നയിലാണ് സമാപിക്കുക. രാഹുൽ ഗാന്ധിക്കൊപ്പം RJD നേതാവ് തേജസ്വി യാദവും വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് താൻ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാറിൽ മാത്രമല്ല, അസമിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും വോട്ട് മോഷണം നടന്നുവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. BJP ജയിക്കുന്നത് കള്ളവോട്ട് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. CCTV ദൃശ്യങ്ങളോ ഡിജിറ്റൽ തെളിവുകളോ കമ്മീഷൻ നൽകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വാർത്താ സമ്മേളനങ്ങളിലൂടെ കോൺഗ്രസ് തുറന്നുകാട്ടി. ബീഹാറിൽ മാത്രമല്ല, അസമിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും വോട്ട് മോഷണം നടന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും വോട്ട് മോഷണം അനുവദിക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. വോട്ട് അധികാർ യാത്രയ്ക്ക് മുന്നോടിയായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ജനങ്ങളുടെ വോട്ടവകാശം കവർന്നെടുക്കുകയാണെന്ന് ആരോപിച്ചാണ് രാഹുലിൻ്റെ യാത്ര. യാത്രയുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചയോളം രാഹുൽ ബീഹാറിലുണ്ടാകും. ബീഹാറിലെ 25 ജില്ലയിലാണ് പര്യടനം. ഞായറാഴ്ച RJD നേതാവ് തേജസ്വി യാദവും രാഹുലിനൊപ്പം ചേരും. സഖ്യത്തിലെ സംസ്ഥാനത്തെ ഘടകകക്ഷികളുടെ നേതാക്കളും എത്തും. യാത്രയ്ക്ക് മുന്നോടിയായി RJD പ്രചാരണഗാന വീഡിയോ പുറത്തുവിട്ടു. രാഹുലുമായി തേജസ്വി വേദി പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങളും ഉള്ളടക്കത്തിലുണ്ട്. സെപ്റ്റംബർ 1 പട്ന ഗാന്ധി മൈതാനിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കുന്ന ബഹുജന റാലിയോടെയാകും യാത്ര സമാപിക്കുക.